കോവിഡിന് ശേഷം ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണ്. ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബിസിനസ് ആവട്ടെ, ഒരു ജോലി ആകട്ടെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല ആവട്ടെ, നമ്മൾ എവിടെ തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും വലിയ വലിയ മാറ്റങ്ങൾ. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മത്സരമാണ്, അല്ലെങ്കിൽ കോമ്പറ്റീഷനാണ്. സോ ഈ കോമ്പറ്റീഷൻ കാരണം നമ്മുടെ സമൂഹത്തിൽ ട്രഡീഷണൽ ടെക്നിക്കുകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അവർ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഈ ബുദ്ധിമുട്ട്. ഇവിടെ ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ എല്ലാം വലിയ ബുദ്ധിമുട്ടാണ്, ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ജോലി സാധ്യതകൾ വളരെ കുറവാണ്, അതല്ലെങ്കിൽ തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ്. സോ ഈ ബുദ്ധിമുട്ടിന് ഒരു പരിഹാരമാണ് നമുക്ക് ആവശ്യം. ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ ആവശ്യകതയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്കൊരു നല്ല കൂട്ടായ്മയുടെ ആവശ്യം. അവന്യൂ ക്ലബ് എന്ന കൂട്ടായ്മ അതിനുള്ളൊരു ഉത്തരമാണ്. നിങ്ങൾ നേരിടുന്ന ഏത് പ്രതിസന്ധിക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അവന്യൂ ക്ലബിന് തീർച്ചയായും കഴിയും. അവന്യൂ ക്ലബ് എന്ന് കേൾക്കുമ്പോൾ ഇതെന്താണ് എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരാം. അവന്യൂ ക്ലബ്ബ് ചെയ്യുന്ന വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളുമാണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, നിങ്ങളൊരു തുടക്കക്കാരനാവട്ടെ, അതല്ല എങ്കിൽ നിങ്ങൾ ഓൾറെഡി തന്നെ ഒരു ബിസിനസ് റൺ ചെയ്തു പോകുന്ന വ്യക്തിയാവട്ടെ, ഒരു തുടക്കക്കാരൻ എപ്പോഴും ഒരു ബിസിനസ്സിൽ ആവശ്യമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പ്രോപ്പർ ഫണ്ടാണ്. അവന്റെ ആശയം ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കാൻ പ്രോപ്പർ ഫണ്ടിങ് ആണ്. രണ്ട്, ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നല്ല ബിസിനസ് സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവന്യൂ ക്ലബിൽ വരുന്ന ഓരോ തുടക്കക്കാരനായ ബിസിനസ്സുകാരനും കിട്ടുന്നതും ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള നല്ല സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആരെയൊക്കെ സമീപിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. ഇനി നിങ്ങളൊരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന വ്യക്തിയാണെന്ന് കരുതുക. നിങ്ങൾക്ക് ആവശ്യം, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് അത്യാവശ്യം ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ ലോസിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. നിങ്ങൾക്ക് അതിനെ തരണം ചെയ്ത് നല്ല പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ്. സോ അവിടെ വേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ എംപ്ലോയീസിനെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഓവറോൾ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ നിങ്ങളുടെ സൈസ് കൂട്ടുക, മാർക്കറ്റിംഗ് വഴി നിങ്ങളുടെ ബിസിനസിന്റെ സൈസ് കൂട്ടുന്നത് എങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ച് നേരിടുന്ന പ്രശ്നങ്ങൾ. ഇതിനെല്ലാത്തിനുമുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് അവന്യൂ ക്ലബിനകത്തുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് ഒരു മികച്ച ജോലിയാണ്. നല്ല ശമ്പളമുള്ള നല്ലൊരു ജോലിക്ക് വേണ്ടി നല്ല വിദ്യാഭ്യാസമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പലപ്പോഴും കിട്ടുന്ന ജോലി ഒരിക്കലും അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഞങ്ങളുടെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞങ്ങളത് കണ്ടെത്തിയിരിക്കുന്നത്, നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശീലന ക്ലാസ്സുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് മുതൽ AI വരെയുള്ള ഒരു വ്യക്തിക്ക് ജോലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പരിശീലനങ്ങളും ഞങ്ങൾ അവന്യൂ ക്ലബ്ബ് വഴി നൽകുന്നുണ്ട്. അതിന് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് ഞങ്ങൾ അതിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. സോ ഒരു ജോലി അന്വേഷകനെ സംബന്ധിച്ച് അവന്റെ മേഖല ഏത് തന്നെയാണെങ്കിലും അവിടെ അവരുടെ സ്കില്ല് ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇത് മാത്രമാണോ? എന്നാലല്ല. നമ്മുടെ നാട്ടിലോ വിദേശത്തോ ഒരു നല്ല ജോലി കിട്ടുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ള കാര്യം. സോ അതിലേക്കായി നമ്മുടെ നാട്ടിലെ മികച്ച കമ്പനികളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുക. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്നതിനായിട്ട് നല്ല ഏജൻസികളെ, സർക്കാർ അംഗീകൃത ഏജൻസികളെ കണ്ടെത്താൻ കഴിയുക. ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അനുയോജ്യമായ ഒരു ജോലി മികച്ച ശമ്പളത്തോടു കൂടി നേടാനായിട്ട് തീർച്ചയായിട്ടും അവന്യൂ ക്ലബ്ബ് വഴി സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ മുതിർന്നവർക്ക് മാത്രമാണോ പ്രശ്നങ്ങളുള്ളത്? ഒരിക്കലുമല്ല. നമ്മുടെ കുട്ടികൾ നേരിടുന്നുണ്ട് പലതും. അവരുടെ കരിയറിനെ പറ്റിയുള്ള ആശങ്ക, അവരുടെ ജീവിതത്തിൽ സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ വീട്ടിലാവട്ടെ, ഒരു നല്ല ഫ്ലാറ്റിലാവട്ടെ, താമസമൊക്കെ നന്നായിരിക്കും. എന്നാൽ അവർ ആ ഫ്ലാറ്റിനകത്ത് ഒതുങ്ങിക്കൂടുമ്പോൾ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് അവർ ഒതുങ്ങിക്കൂടുമ്പോൾ അവർ നേരിടുന്ന മാനസിക സംഘർഷങ്ങൾ, ഇതിലൊക്കെ അവർക്ക് വേണ്ടത് നല്ലൊരു ഗൈഡൻസ് ആണ്. തീർച്ചയായിട്ടും അവന്യൂ ക്ലബ്ബിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് അവരെവിടെ ടാർഗറ്റ് ചെയ്യണം, അവരുടെ ടാലന്റ് എന്താണ്, അതുപോലെ തന്നെ അവരുടെ ഏത് മാനസികാവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ വ്യക്തമായി ഗൈഡ് ചെയ്യുന്നതിന് കൗൺസിലേഴ്സ്, നല്ല സൈക്കോളജിസ്റ്റ്, നല്ല ട്രെയിനേഴ്സ്, ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവന്യൂ ക്ലബ്ബ് വഴി കിട്ടുന്നതാണ്. നമ്മൾക്ക് എപ്പോഴും ആവശ്യമെന്ന് പറയുന്നത്, വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഒരു കുട്ടിയെ വളർത്തി വലുതാക്കുമ്പോൾ അവർ ഏറ്റവും റൈറ്റ് ട്രാക്കിലാണ് എന്ന് ഉറപ്പിക്കുക എന്നുള്ളത് ഏതൊരു രക്ഷകർത്താവിൻ്റെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അവന്യൂ ക്ലബ്ബ് നിങ്ങൾക്കതിന് ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ മാത്രമാണോ അവന്യൂ ക്ലബ്ബ്? ഒരിക്കലുമല്ല. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ സയൻസും മാത്സും എക്കണോമിക്സ് ഒക്കെ പഠിക്കും.
പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് നിയമത്തെ പറ്റി എന്തറിയാം? നമ്മൾ നിയമത്തെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കുമെങ്കിലും IPC പറ്റിയും മറ്റേ പുതിയ നിയമസംഹിതയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴും നമുക്ക് അറിയാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ ചെറിയ പ്രശ്നങ്ങളിലും നമുക്ക് നിയമപരമായിട്ടുള്ള സഹായങ്ങൾ കിട്ടുന്ന സാഹചര്യങ്ങൾ അത് എവിടെ കിട്ടും? പലർക്കും അതറിയില്ല. എപ്പോഴും ഒരാൾ ഒരു നിയമവുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ ഒരു അഡ്വക്കേറ്റിനെ കാണുക, അതല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ അവന്യൂ ക്ലബ്ബ് അതിനുള്ള ഫെസിലിറ്റിയും ചെയ്തു തരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങളെ ഏറ്റവും ലളിതമായിട്ട് പരിഹരിക്കാനായിട്ട് അവന്യൂവിൻ്റെ ലീഗൽ അതോറിറ്റി തന്നെ അല്ലെങ്കിൽ ലീഗൽ സർവീസ് സെന്റർ തന്നെ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഓൾറെഡി എല്ലാം മാനേജ് ചെയ്യുന്നുണ്ടല്ലോ. ചിട്ടിയും FDയും തുടങ്ങി നമ്മുടെ സമ്പാദ്യശീലങ്ങളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന കാശ് എത്ര ഭംഗിയായി നമ്മൾ ചിലവഴിക്കുന്നു, നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെ നേടുന്നു, നമ്മൾ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വ്യക്തമായ റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ടോ, അത് നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്നുണ്ടോ, നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പോലും നികത്താൻ കഴിയുന്ന നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണോ നമ്മൾ ഇപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വിദഗ്ധരുമായിട്ട് എപ്പോഴും ഡിസ്കസ് ചെയ്യാനായിട്ടും അവന്യൂ ക്ലബ്ബ് അതിന് വേണ്ട ഫെസിലിറ്റി ചെയ്തു തരുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യകതയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്തിനു വേണ്ടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? നമ്മളെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി, നമ്മുടെ ബിസിനസ് എത്തിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അടക്കമുള്ള ആളുകൾ നിങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുക, നമ്മുടെ സ്ഥാപനത്തെ മാർക്കറ്റ് ചെയ്യുക, ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്, നമ്മുടെ ഇന്നത്തെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നന്നായി സംസാരിക്കാൻ കഴിയുക. എൻ്റെ മാതൃഭാഷയിൽ മാത്രമാണോ? അല്ല, ഇംഗ്ലീഷ് അടക്കമുള്ള മറ്റ് ഭാഷകളിൽ ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് മറ്റാളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ സ്വയം ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആവട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആകട്ടെ, നമ്മളുടെ ലാംഗ്വേജ് ആകട്ടെ, അങ്ങനെ നമ്മുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, നമുക്ക് ബെനിഫിറ്റ് തരുന്ന, നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാൻ കഴിയുന്ന ഏത് കാര്യത്തിനും നിങ്ങൾക്ക് അവന്യൂ ക്ലബിനെ സമീപിക്കാം. ഇത് നിങ്ങൾക്ക് മാത്രമാണോ? ഒരിക്കലുമല്ല. നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ പരിചയക്കാരെ എല്ലാവരെയും നിങ്ങൾക്ക് അവന്യൂ ക്ലബിലേക്ക് കൊണ്ടുവരാം. അവന്യൂ ക്ലബിന്റെ ഇന്റൻഷൻ ഒന്ന് മാത്രമാണ്: നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ എത്ര മനോഹരമാക്കാം, അതിനുവേണ്ടി നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം, എങ്ങനെ പരസ്പരം കണക്റ്റഡ് ആകാം. തിരുവനന്തപുരത്ത് ഇരിക്കുന്നവന് കാസർഗോഡുള്ള ഒരു കാര്യം നടത്താൻ ആയിട്ട് ഒരു വ്യക്തി കൂടെ ഉണ്ടാവുമെങ്കിൽ എത്ര മനോഹരമായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. സോ അവന്യൂ ക്ലബ്ബ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാമാണ്.